യെസ്. എന്ത് കളി? ഐസ് കളി. ഓക്കേ. ഇന്നത്തെ ഞങ്ങളുടെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് പഞ്ചാബിലെ കിരാത്പൂർ സാഹിബാണ്. ഏകദേശം 311 കിലോമീറ്റർ ഉണ്ട്. അതിനുശേഷം കിരാത്പൂരിൽ നിന്ന് ബിലാസ്പൂർ വഴി മന്ദിയിലേക്ക് ചുരം റോഡാണ്. അത് ഏകദേശം ഒരു 120 കിലോമീറ്റർ വരും. ഡൽഹി ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ഏകദേശം 5 മണിക്ക് തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് തന്നെ ഹെവി ട്രാഫിക് ആയിരുന്നു. ഏകദേശം 6:30 ആയപ്പം ഞങ്ങൾ ഹരിയാന ബോർഡറിലുള്ള ഒരു പഞ്ചാബി ധാബയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. അപ്പോൾ ഡൽഹി ഹരിയാന ബോർഡറിൽ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത് ധാബകളാണ്. ഇന്നലെ ഞങ്ങൾ ഉദയ്പൂരിൽ നിന്ന് വരുന്ന വഴിയിലായാലും ഇന്നിപ്പോൾ മന്തി പോകുന്ന വഴിയിലായാലും ബോർഡർ ഏരിയയിൽ നല്ല ധാബകളുണ്ട്. ഇന്നലെ നമ്മൾ മന്നത്തിലായിരുന്നു ഓൾമോസ്റ്റ് 1 അവർ സ്പെൻഡ് ചെയ്തത്. ഇന്ന് പഞ്ചാബി ധാബ, അവിടെയും നല്ല ഫെസിലിറ്റി ഉണ്ട്. ഹ്യൂജ് ബാത്റൂം, അതുപോലെ ഒരുപാട് ഔട്ട്ലെറ്റ്സ്, നല്ല ഹ്യൂജ് പാർക്കിംഗ് സ്പേസ്. അപ്പോൾ ഡൽഹിയിലെ 2 ദിവസത്തെ അക്കോമഡേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ താമസിച്ചത് ഹോട്ടൽ ഇൻ്റർനാഷണൽ ഇന്നിലാണ്. ഓൾമോസ്റ്റ് എയർപോർട്ട് ഏരിയയിലുള്ള ഒരു നല്ല ഹോട്ടലാണ് ഹോട്ടൽ ഇൻ്റർനാഷണൽ ഇൻ. അവിടെ നിന്ന് ഞങ്ങൾ ലോണ്ട്രി ഒക്കെ ചെയ്തു. കാരണം ഉദയ്പൂരിൽ ലോണ്ട്രി ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഉദയ്പൂരിൽ വിത്തിൻ 1 ഡേ കിട്ടുന്ന ലോണ്ട്രി ഫെസിലിറ്റി നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളൊക്കെ ഉദയ്പൂരിൽ നിന്ന് വാഷ് ചെയ്ത് കാറിൽ ഉണങ്ങാനിട്ടിരുന്നു. ബാക്കിയുള്ള ഓൾമോസ്റ്റ് ഒരാഴ്ചയുടെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്നലെ ഹോട്ടൽ ഇൻ്റർനാഷണൽ അറൗണ്ട് 500 റുപ്പീസിന് ഞങ്ങൾ ലോണ്ട്രി ചെയ്തു. അപ്പോൾ ഇന്നലത്തെ ഡൽഹിയിലെ സ്റ്റേ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നില്ല. കാരണം മെയിനായിട്ട് ഇന്നലെ കാറിൻ്റെ സർവീസായിരുന്നു. നമ്മൾ 3rd സർവീസ് 14,800 കിലോമീറ്ററിൽ ചെയ്തു. മെയിൻലി നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് രാജസ്ഥാനിൽ ജോധ്പൂരും ജയ്സൽമീറൊക്കെ കവർ ചെയ്യാനായിരുന്നു. പക്ഷേ ബൈ 15,000 കിലോമീറ്റർ നമുക്ക് ഡൽഹിയിൽ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ റൂട്ട് ചേഞ്ച് ചെയ്തത്. കാരണം നമുക്ക് ഡൽഹിയിൽ നിന്ന് തന്നെ സർവീസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഉദയ്പൂരിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് ഡൽഹിയിലെ സർവീസ് സെൻറ്റർ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ സർവീസ് സെൻറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്തത് ട്രൂ നോർത്ത് സർവീസാണ്. ടാറ്റൻ്റെ നല്ല സർവീസായിരുന്നു. വളരെ ചെറിയ ടൈമിൽ തന്നെ നമുക്ക് കിട്ടി വണ്ടി സർവീസ് ചെയ്തിട്ട്. പിന്നെ നമ്മൾ ഇന്നലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ ബിഗ് ബസാറിൻ്റെ കുറച്ച് പോയിൻറ്റ്സൊക്കെ റെഡീം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ജാക്കറ്റ്സൊക്കെ വാങ്ങി. കാരണം നമ്മൾ പോകുന്നത് മണാലിയിലേക്കാണ്. മണാലിയിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. വെതർ ഫോർകാസ്റ്റ് നമ്മൾ നോക്കിയപ്പോൾ അപ്പോൾ ജാക്കറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ ഡൽഹി എത്തി അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ബിനീഷ് ചങ്ങളായി, പുള്ളി ഒരു റൈഡറാണ്. പുള്ളി ബൈക്കിൽ ഓൾ ഇന്ത്യൻ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്. പുള്ളി എനിക്ക് മണാലിയിലെ കുറച്ച് കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ തന്നു. അപ്പോൾ ഞാനതിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ ഡൽഹിയിൽ നിന്ന് കാര്യമായി ഷോപ്പിംഗ് ഒന്നും ചെയ്യേണ്ട, കാരണം ഇവിടെ രോഹ്താങ്ങിലൊക്കെ പോകാനുള്ള ജാക്കറ്റ്സും ഷൂ ഒക്കെ ഇവിടെ വാടകയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറച്ച് ഫസ്നാഗും മൈദിനും കുറച്ച് ഓരോ ജാക്കറ്റ് വാങ്ങി, അത്രേ ഉള്ളൂ. കാര്യമായ വേറെ ഷോപ്പിംഗ് ഒന്നുമില്ല. ഇന്നലെ ഡൽഹിയിൽ അത്യാവശ്യം ഒരുപാട് ദിവാലി സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പഞ്ചാബിലൂടെയുള്ള യാത്രയാണ്. പഞ്ചാബി ക്ഷേത്രങ്ങളൊക്കെ കാണാം.
ദിവാലി ആയതുകൊണ്ട് ഒരുപാട് സ്വീറ്റ്സ് വിൽക്കുന്നതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പഞ്ചാബിലൂടെ പോകുമ്പോൾ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് നെൽപ്പാടങ്ങളാണ്. പഞ്ചാബ് ഈസ് വൺ അമംഗ് ദ ലാർജസ്റ്റ് റൈസ് പ്രൊഡ്യൂസർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ കിരാത്പൂർ സാഹിബ് എത്താറായി. അത് കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ ഹൈവേൻ്റെ ലക്ഷറി പിന്നെ ഉണ്ടാവില്ല. കുറച്ചുകൂടി ചുരം റോഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ പോകുന്ന ഒരു ആവറേജ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സമയം ഏകദേശം ഉച്ചയാവാറായി. നന്നായി വിശക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, പഞ്ചാബിലെ ഖരാർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് പോലീസ് ചെക്കിംഗ് ഉണ്ടായി. അപ്പോൾ ചെറിയൊരു ഫൈനൊക്കെ അടപ്പിച്ചു. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ വഴി വരുമ്പോൾ. ഇതുവരെ നമ്മൾ കേരളത്തിൽ നിന്ന് വിട്ടിട്ട് കാര്യമായ പോലീസ് ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, എക്സെപ്റ്റ് മഹാരാഷ്ട്ര ഗോവ ബോർഡർ. അപ്പോൾ അങ്ങനൊരു ബാഡ് എക്സ്പീരിയൻസ് ആയി. ഈ കാണുന്ന ബ്രിഡ്ജ് പഞ്ചാബ് ഹിമാചൽ ബോർഡറാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം നമ്മൾ 3 times ആണ് ബോർഡർ ക്രോസ് ചെയ്യുന്നത്. ആദ്യം പഞ്ചാബ് ടു ഹിമാചൽ, ദെൻ ഹിമാചൽ ടു പഞ്ചാബ്, ദെൻ അഗെയിൻ പഞ്ചാബ് ടു ഹിമാചൽ. ഡൽഹി ഹരിയാന ബോർഡറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നേരം കാര്യമായ ഹോട്ടലുകളൊന്നും ഉണ്ടായിരുന്നില്ല, നെൽപ്പാടങ്ങൾ മാത്രമായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഹിമാചൽ സ്റ്റേറ്റ് കയറിയപ്പോൾ നല്ലൊരു ലഞ്ച് സ്റ്റേഷൻ കിട്ടി. ഫ്രൈഡ് റൈസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹിമാചലിലേക്ക് ചുരം റോഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഏകദേശം 120 കിലോമീറ്ററോളം നമുക്ക് ഉണ്ട് മന്ദിയിലേക്ക്. ഈ ചുരം റോഡിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ കിരാത്പൂർ സാഹിബ് കഴിഞ്ഞപ്പോൾ കുറച്ച് കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്നു ചുരം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഇപ്പം റോഡൊക്കെ നന്നായിട്ടുണ്ട്. എന്നാലും നാരോ റോഡാണ്, അത്യാവശ്യം ഒരുപാട് ട്രക്കുകളുള്ള റോഡാണ്. നമ്മുടെ ആക്ച്വൽ ടാർഗറ്റ് മണാലി ആയിരുന്നു. പക്ഷേ റോഡ് കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ പ്ലാൻ ചേഞ്ച് ചെയ്തതാണ്. കാരണം ഡൽഹിയിൽ നിന്ന് ഇറങ്ങാനും ലേറ്റായി. ബൈ 3 o'clock ഇറങ്ങണമായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ബിഫോർ സൺസെറ്റ് സ്റ്റേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഗൂഗിളിൽ ഒരുപാട് സെർച്ച് ചെയ്തപ്പോഴാണ് മന്തി കണ്ടത്. അങ്ങനെയാണ് നമ്മൾ മന്തി സ്റ്റേ ചെയ്യാൻ സെലക്ട് ചെയ്തത്. ഇപ്പോൾ തൊട്ട് നിങ്ങൾക്ക് ബീസ് റിവർ കാണാൻ സാധിക്കും. നമ്മൾ മണാലിയിൽ പോയാൽ കാണുന്ന സയാൻ കളറുള്ള അതേ റിവർ തന്നെയാണ് ഇപ്പോൾ ഈ നിങ്ങൾ താഴെ കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ മണാലി എത്തുന്നതിനനുസരിച്ച് അത് കുറച്ചുകൂടി ക്ലോസറായി വരും. അപ്പോൾ അത് ഇനിയുള്ള വീഡിയോകളിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും, ബീസ് റിവറിൻ്റെ ബ്യൂട്ടി.
അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാൻ പറ്റാത്തത്, നോർത്ത് ഇന്ത്യ വന്നപ്പോൾ തൊട്ട് നമുക്ക് എവിടെയും ഈ തട്ടുകടകളും റെസ്റ്റോറൻറ്റുകളും അധികം കാണാൻ പറ്റില്ല, വളരെ കുറവാണ്. വല്ലപ്പോഴേ ഒരു റെസ്റ്റോറൻറ്റ് വരുള്ളൂ. അപ്പോൾ തന്നെ എന്തെങ്കിലും കഴിച്ചേ പറ്റൂ, കാരണം ഇല്ലെങ്കിൽ വിശന്ന് വലഞ്ഞു പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് നേരമായി ലഞ്ച് കഴിച്ചിട്ട് 2 മണിക്ക് നമ്മൾ വിട്ടതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് സൺസെറ്റായി, നമുക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു ചായ കുടിക്കണം. ചായക്കുള്ള സ്റ്റേഷനൊന്നും കാണുന്നില്ല. അപ്പോൾ ബിലാസ്പൂരൊക്കെ കഴിഞ്ഞ് നമ്മൾ മന്തി എത്താനും ഇനിയും ഒരു 25 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് സൺസെറ്റായി. നമ്മൾ ലഞ്ചിന് ശേഷം ഒന്നും കഴിച്ചില്ല. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 8 മണിയായപ്പോൾ നമ്മൾ മന്തി എത്തി. നല്ല തണുപ്പുണ്ട്. അപ്പോൾ നാളെ നമ്മൾ മന്തി ടു മണാലിയാണ്. ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങുള്ളൂ. പക്ഷേ നാളത്തെ കാഴ്ചകൾ അതിമനോഹരമായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക.